സ്നേഹിതനും പ്രിയ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞാട്ടിൻ തിരുരത്തം എന്നുള്ള പാട്ടോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹമായ നല്ല രാത്രിക്കായി നല്ലതോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ പൽക്കാലായിട്ട് കടന്നുപോയി പൽക്കൽ അങ്ങയുടെ എല്ലാവരെയും സഹായിക്കുക. സന്ധ്യാസമിതി സ്നേഹത്തിലും പ്രയർ ഫാമിലിയായി വിദേശത്തും സ്വദേശത്തും കോൺഫറൻസും ഗോൾഡും അടിയും വായ്പ കർത്താവെ സഹായിച്ച അവരോടുകായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ട ഒരാഴ്ചക്കാലം കാണാൻ ലോകത്ത് മാറ്റപ്പെട്ടു അനേക രോഗികളെ ദുഃഖിതരായ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖത്തിൽ നിർബന്ധ അവസരമായിരിക്കും സമാധാന സന്തോഷത്തിൽ ഈ രാത്രികാലം അപ്പൊ അവിടുത്തെ പാർവത്തിലേക്ക് അടുത്തുള്ള സ്വത്തിലെ ഞങ്ങളെ സഹായിച്ച സന്ധ്യാസമിത പാങ്ങളുടെ പാർവത്തിന് പാടുവ താവിന് കൃപയിലോകത്താവ് കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയാൽ നന്ദി കർത്താവേ. രാത്രികാലത്തെ വചന ശുശ്രൂഷ ലോകത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. രാത്രികാലത്തെ വചന ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് വിടുതലായി തീരുവാ, സൗഖ്യമായി തീരുവാ, സന്തോഷമായി തീരുവാ. അനേക ഭാവികൾക്ക് അല്ലല്ലോ കർത്താവിന് അനേക ഭാവികൾ രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, എല്ലാം കർത്താവിന് ഇടയാകണം. അനേക രോഗികൾ സൗഖ്യമാകുക. അപ്പൊ അവിടുന്ന് ഇടയാക്കണമെന്ന് നടത്തോട് പ്രാർത്ഥിക്കുന്നത് ബന്ധമില്ലാത്ത വചന ആലോ രാത്രികാലം ഓരോ തിമേലോട് ക്രിയ ചെയ്യുമാറാണ് മേലെ നടത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാലല്ലോ കർത്താവെ രാത്രികാലം വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലെ അവിടുത്തെ കർത്താവെ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ കരം കർത്താവ് തൊടുമാറാണ് മേലെ നടത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിനെ മറിഞ്ഞ് സംസാരിപ്പാ എന്റെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുക. രാത്രികാല ശക്തമായി ദൈവദൂതകൾ ദൈവാലയം വിളിച്ചു പറയുക, മോവർഷം കൂടാതെ ദൈവദൂതകൾ വിളിച്ചു പറയുക. ദാസനവിടുന്ന് അധികാരപ്പെടുത്തുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കണം. അതിനുള്ള സന്ധിമേ കൂടി സഹായിക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. വചന ശുശ്രൂഷിക ദേവദാസൻ ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല ഞായറാഴ്ച രാത്രി കൂടെ, ഒരാഴ്ചയുടെ ആമേൻ പ്രാരംഭ ദിവസം കൂടെ നമുക്ക് ദൈവം ദാനമായി നൽകിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അനുഗ്രഹിക്കപ്പെട്ട
ഒരാത്മീയ കൂട്ടായ്മ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. സ്വദേശത്തും വിദേശത്തും ആമേൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ഈ മീഡിയയിലൂടെ മുഖമായി കാണുവാൻ, ശബ്ദം കൊണ്ട് ആമേൻ ഒരുമിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിന് ആരോഗ്യത്തെ ദീർഘമാക്കിയ ദൈവത്തിന്, സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവരും ഇരിക്കുന്നവരും, ആദിനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവരുമായ നിസ്തുല്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേരിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ആമേൻ. ഇന്നയോളം നമ്മെ നിർത്തിയ ദൈവം ഇനിയും നിർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയോ വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കും അവൻ്റെ കഴിവിനും പ്രാപ്തിക്കും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ തൻ്റെ മക്കളെ കോഴി തൻ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ നമ്മെ അവിടെ ഇവിടങ്ങളാൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കാൻ ഒരിക്കൽ കൂടെ കരമടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കോൺഫറൻസ് കോളിലൂടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഞാൻ കർത്താവായ യേശുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ ഫേസ്ബുക്ക് പേജിലൂടെ ഈ സമയം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയ ബിജു ബ്രദറിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഷാൽവി ജോർജിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സുനിത സി ജോണിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തോമസ് അബ്രഹാം അണിൽ പറമ്പിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ശോഭന വിജയനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന ആമേൻ അത് ലീലാമ ജോസിനായി, MS ബാബു ആമേൻ വത്സമ്മ ബാബുവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. KS അമ്മണി അവരുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കുഞ്ഞമ്മ വളാൽ ആമേൻ ബീൻമടിയിലുള്ള ആമേൻ കുഞ്ഞമ്മ ഭരതനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കണ്ണൂരുള്ള കുഞ്ഞമ്മ രാജുവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബിജു PR-നായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൻ ഇന്ന് രാത്രി എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുകരിക്കുക ആമേൻ എന്നൊരു ചിന്തയാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയത്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനെ അനുകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിനെ അനുകരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതെ, ക്രിസ്തു യേശുവിനെ അനുകരിക്കുക എന്നുള്ള വിഷയം ഇന്ന് രാത്രി പറയുവാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പക്ഷേ മുൻവിധിയോടുകൂടെ പലരും ആമേൻ എസ്കേപ്പ് ആകാൻ സാധ്യതയുണ്ട്. കാരണം കുറെ കാലമായില്ലേ യേശുവിനെ അനുകരിക്കാൻ തുടങ്ങിയിട്ട്, യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വഴിത്തിരിവായി മാറുമെന്നതിൽ സംശയമില്ല. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. സച്ചി വർഗീസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം ആമേൻ 13-ാം വാക്യം. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാൽ. ആമേൻ, 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 ആമേൻ. ക്രിസ്തു യേശുവിനെ അനുഗമിക്കുന്ന, അനുകരിക്കുന്ന തന്റെ ശിഷ്യന്മാരോടായി ആമേൻ യേശു പറഞ്ഞു. ആമേൻ. അത് ഇവണ്ണം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഇവണ്ണം പ്രാർത്ഥിക്കണം എന്ന പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ആമേൻ അതെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണം? വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. ഞങ്ങളെ പരീക്ഷയിലേക്ക് നയിക്കാതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നിവ എന്നേക്കും നിന്റേതാണ്. ഹല്ലേലൂയ. അവിടുത്തേതാണ്. ഹല്ലേലൂയ. ഞങ്ങളെ അവൻ കടത്താതെ. എന്തിൽ കടത്താതെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരീക്ഷയിൽ കടത്താതെ. ആമേൻ. മനുഷ്യൻ പാപം ചെയ്യുവാൻ
ദൈവം അവനെ പ്രലോഭിപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പരീക്ഷ വരുന്നത് സാത്താനിൽ നിന്നോ, ആമേൻ, ഒരുവന്റെ സ്വന്തം ഹൃദയത്തിൽ നിന്നോ, ആമേൻ, എവിടെ നിന്നായിരിക്കാം, ആമേൻ, പരീക്ഷ, ആമേൻ, സാത്താൻ, ആമേൻ, കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പാപം ചെയ്യുവാൻ ദൈവം അവനെ എന്ത് ചെയ്യുന്നില്ല? പ്രലോഭിപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പരീക്ഷ വരുന്നത് സാത്താനിൽ നിന്നോ അതോ ഒരുവന്റെ സ്വന്തം ഹൃദയത്തിൽ നിന്നോ ആണോ? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചോദ്യത്തിന് ആമേൻ മറുപടി ആമേൻ ഇന്ന് രാത്രി എത്ര പേർക്ക് നൽകുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവായ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രൈസ് ദി ലോർഡ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആമേൻ. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഹല്ലേലൂയ. നോക്കണമേ, അഭിഷക്തനായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമി ആയിരുന്നപ്പോൾ അവൻ 1 അല്ല 2 അല്ല 3 അല്ല 7 അല്ല 40 ദിവസം എന്ത് ചെയ്തു? ഉപവസിച്ചു. ഹല്ലേലൂയ. ശേഷം അവന് വിശന്നു. ഹല്ലേലൂയ. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. ഹല്ലേലൂയ. എപ്പോഴാണോ ഹല്ലേലൂയ അവന് വിശപ്പുണ്ടായത്? ഹല്ലേലൂയ. ഈ വിശപ്പെന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല. ഈ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ആഹാരം ലഭിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ ഈ ശരീരം വീണുപോകും. ഈ ശരീരം വീഴാതെ നിൽക്കുവാൻ ഈ ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ലഭിച്ചേ മതിയാകൂ. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണമേ. 40 ദിവസം ഈ ശരീരത്തിന് വേണ്ടുന്ന കൊഴുപ്പ്, ഈ ശരീരത്തിന് വേണ്ടുന്ന എനർജി വേണ്ട എന്ന് വെച്ച് പിതാവിനോട് അടുത്തിരിക്കുന്ന ഈ ഫാസ്റ്റിംഗ് പ്രയർ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുവാൻ യേശു തയ്യാറായി. അതിനുശേഷം അവന്റെ ഈ ഭൗതിക ശരീരം വീണു പോകാതിരിപ്പാൻ അവൻ കഴിക്കുന്ന ആഹാരം അവന്റെ ആമാശയത്തിലേക്ക് എത്തുവാനുള്ള വിശപ്പ് ഉണ്ടായ സമയത്ത് പിശാച് അവന്റെ അടുക്കിലേക്ക് വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഭൗതികമായ ആവശ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എപ്പോൾ ആവശ്യമായി വരുന്നുവോ, ഈ ഭൗതിക ശരീരത്തിന്റെ വിശപ്പ് മാറ്റുവാനുള്ള ആഹാരം എടുക്കുവാനുള്ള വിശപ്പ് എപ്പോൾ യേശുവിന് അനുഭവപ്പെട്ടുവോ അപ്പോൾ പിശാച് അവന്റെ അരികിലേക്ക് വന്നു. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന സഹോദര സഹോദരി, കൂടപ്പറപ്പേ, അഭിഷക്തനെ, ഭൗതികമായ ആവശ്യങ്ങൾ എപ്പോൾ നിനക്ക് വരുന്നുവോ അപ്പോൾ പിശാച് നിന്റെ അടുക്കൽ വരും. പ്രൈസ് ഗോഡ്. കാരണം ഭൗതികമായ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് നീ പ്രാപിക്കുന്നതിനേക്കാൾ ഉപരി പിശാച് ചില തന്ത്രങ്ങളിലൂടെ, ചില കുടുക്കുകളിലൂടെ നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ അവൻ അടുത്തു വരുവാൻ തക്കവണ്ണം നീ ക്ഷണിക്കേണ്ട കാര്യമില്ല. ക്ഷണിക്കാതെ കണ്ട് അവൻ നിന്റെ ആവശ്യം അറിഞ്ഞ് നിനക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തന്ന് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ക്രമക്കേടിലേക്ക് നിന്നെ വലിച്ചിഴച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ. ശ്രദ്ധിച്ചേ, 40 ദിവസം ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലായിരുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൃഢമായിരുന്ന അഭിഷക്തനായ ദൈവപുത്രനായ ക്രിസ്തുവിനെ വീഴ്ത്തിക്കളയുവാൻ ക്ഷണിക്കാതെ കണ്ട് അടുത്തു വന്ന ദുഷ്ടപിശാച് അവന്റെ വിശപ്പ് മനസ്സിലാക്കിയതുപോലെ നിന്റെ ഭൗതിക ആവശ്യങ്ങൾ മനസ്സിലാക്കി നീ പറയാതെ കണ്ട് നിന്നെ സഹായിപ്പാൻ അടുത്തു വരുന്നവനാണ് ദുഷ്ടപിശാച്. അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഉയരത്തിലെ കൃപ ആവശ്യമാ, ഉയരത്തിലെ അഭിഷേകം ആവശ്യമാ. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഹല്ലേലൂയ, എപ്പോഴാ അടുത്ത് വന്ന പരീക്ഷകൻ ദൈവപുത്രനെ ചോദ്യം ചെയ്യുകയാ. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ പൈതലെ, സാത്താൻ ഭയങ്കര തന്ത്രശാലിയാ. അവൻ നിന്റെ ആവശ്യം അറിഞ്ഞ് നിന്നെ സഹായിക്കാൻ നീ ക്ഷണിക്കാതെ കണ്ട് കയറി വരുമ്പോൾ അത് സാത്താനാണെന്ന് തിരിച്ചറിഞ്ഞ് വചനം കൊണ്ട് അതിനെ ജയിക്കുവാൻ നീ തയ്യാറല്ലെങ്കിൽ സാത്താന്റെ തന്ത്രത്തെ
പാപത്തിനകത്ത് നീ കുടുങ്ങി ഒരിക്കലും നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നീ തകർന്നു പോകുവാൻ ഇടയാകും. അതുകൊണ്ട് ആമേൻ, നിന്നെ സമീപത്തേക്ക് വരുന്നത് ആരാന്ന് നീ തിരിച്ചറിയണം. ആമേൻ, നിനക്ക് സാമ്പത്തിക ആവശ്യമായി നീ ഞെരുങ്ങിയിരിക്കുമ്പോൾ ആമേൻ, സാത്താൻ തന്ത്രം പ്രയോഗിച്ച് നിന്റെ ആവശ്യങ്ങളെ സഹായിക്കാനായിട്ട് വരും. ആമേൻ, നീ തിരിച്ചറിയണം. ആമേൻ, തിരിച്ചറിയാതെ നീ കൈ കൊടുത്താൽ, നീ അവന്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറായാൽ, അവൻ പറയുന്നത് കേട്ട് നീ ചലിക്കാൻ തയ്യാറായാൽ, അതെ കുടുക്കിനകത്ത് നീ അകപ്പെട്ട് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ സാത്താൻ നിന്നെ പൂട്ടുവാൻ തക്കവണ്ണം ഇടയാകും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ, ഇതു നിമിത്തം എനിക്കൊട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ ആമേൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ആമേൻ, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പ്രൈസ് ദി ലോർഡ്. ശരിയായ വിശ്വാസത്തിലേക്ക് ആമേൻ ചുവടുകളെ വെക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനെയും അവിശ്വാസത്തിലേക്ക് നയിച്ച് ആമേൻ ക്രമക്കേടിലേക്ക് തള്ളിയിട്ട് ദൈവിക നന്മകളും ദൈവിക വാഗ്ദത്തങ്ങളും നീ പ്രാപിക്കാതെ അതിനു മുമ്പ് ചില ക്രമക്കേടിലേക്ക് നിന്നെ നയിക്കുന്ന പരീക്ഷകൻ. നമുക്കറിയാം, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, ആ വാഗ്ദത്ത സന്തതി അതെ ജനിക്കുന്നതിന് മുമ്പ് ഈ പരീക്ഷകൻ തന്റെ ഭാര്യയുടെ അകത്ത് കയറി ഭാര്യയെ കൊണ്ട് കുറുക്കു വഴിയിലൂടെ ഇസ്മായേലിന് ആമേൻ ജനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇതുപോലെ ആമേൻ കുടുംബത്തിനകത്ത് ദുഷ്ടപിശാച് അതെ കയറി വന്ന് ദൈവിക വാഗ്ദത്തം കേട്ട് നിന്നെ അതിലേക്ക് നയിക്കാതെ മറ്റ് നിലകളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് രാത്രി അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ദൈവമക്കളെ, ആമേൻ, ദൈവം ഒരിക്കലും ആമേൻ ഹല്ലേലൂയ അതെ ദോഷങ്ങളാൽ ആരെയും എന്ത് ചെയ്യുന്നില്ല, പരീക്ഷിക്കുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ സഭയ്ക്കകത്തിരിക്കുന്ന ചില വിശ്വാസികളുടെ ഇടയിലുള്ള ക്രമക്കേടിനെ കണ്ടിട്ട് ആത്മഭാരത്തോടെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഭയ്ക്കകത്ത് നടക്കുന്ന ക്രമക്കേടിനെതിരെ പ്രബോധനമായി നീ എഴുത്, അവരെ ഓർപ്പിക്ക്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവപൈതലെ, സ്നാനപ്പെട്ട ദൈവപൈതലെ, കർത്തൃവേലയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ, കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന കൂടപ്പുറപ്പെ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. അബ്രഹാമിനെ പരീക്ഷിച്ചതുപോലെ, യോബിനെ പരീക്ഷിച്ചതുപോലെ എന്നെയും പരീക്ഷിക്കുന്നു എന്ന് പറയരുത്. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ ആമേൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ ആമേൻ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുത്തവൻ ആകുന്നു. ഹല്ലേലൂയ. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ആമേൻ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. നമുക്കറിയാം, ഏദനിൽ ആദാമിനെ ഹൗവയുടെ ജീവിതത്തിൽ പരീക്ഷകൻ അടുത്തു വന്നു. ആമേൻ. ഹൗവയുടെ അകത്തുള്ള ആമേൻ ആ ക്രമക്കേട് സാത്താൻ മനസ്സിലാക്കി അടുത്ത് വന്ന് ആമേൻ അതെ ഒരു ചോദ്യം ചോദിച്ചു, വാസ്തവമായും ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതെ സഹോദര സഹോദരി, വാസ്തവമായും നിന്റെ ഉള്ളിലിരിപ്പ് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് സാത്താൻ വന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അതെ ആ ഹവ്വയെ കുടുക്കിയത്. അവൻ നിന്റെ ഉള്ളിലിരിപ്പ് നന്നായിട്ട് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് അവൻ നിന്റെ അടുത്ത് തന്ത്രപൂർവം വന്ന് നിന്നെ കൈയോടെ പിടിച്ചോണ്ട് പോകുന്നത്. അതുകൊണ്ട് നിന്റെ അകം ഒന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ ഉൾനട്ട വചനം കൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഒന്ന് കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ ആമേൻ. പരീക്ഷാ ഘട്ടങ്ങളിൽ നമുക്ക് ആശ്രയം
ഘടകമായിട്ടുള്ളത് ദൈവം മാത്രമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അത് ഭക്തനായ ദാവീദിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. ആമേൻ. ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സാധുബോധനം ഞാൻ കഴിക്കുകയും അരുതേ. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും മറുപടി നൽകുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷയോട് കൂടെ നീക്കുപോക്കും കൂടെ ആമേൻ നൽകുന്നവനാണ്. അബ്രഹാമിനെ മോറിയ മലയുടെ മുകളിലേക്ക് തന്റെ മകനുമായി ഒരു പരീക്ഷയിലൂടെ നടത്തി. ആമേൻ. ആ പരീക്ഷയിൽ അവൻ 100% വിജയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഈ കല്ലുകളിൽ നിന്ന് സന്തതിയെ നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. കാരണം അത് ഒരു തലമുറ പോലും ഇല്ലാതിരിക്കെ കടൽക്കരയിലേക്ക് നോക്കി അഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അബ്രഹാമേ നിനക്ക് എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരുവാൻ വിശ്വസ്തനാണ്. അബ്രഹാം അത് വിശ്വസിച്ചു കേട്ടോ. ആമേൻ. അബ്രഹാമിന് തലമുറ ഉണ്ടായി കേട്ടോ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തലമുറയെ വാങ്ങി ആമേൻ സന്തോഷിച്ചിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അവൻ വൈമനസ്യം കാണിക്കാതെ മോറിയ മലയുടെ മുകളിലേക്ക് മകനെയും കൊണ്ട് കയറിയത് ആമേൻ കരുതിയ നന്മയെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കി. ആമേൻ. നീ ഇത് ചെയ്യാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തിനാ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത്? ഹല്ലേലൂയ. ഒരു ഐശ്വര്യമായ അനുഗ്രഹത്തിന് ഉടമയായി മാറുവാൻ ദൈവം അവനെ പരീക്ഷിച്ചത്രേ. ഇന്ന് രാത്രി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. നിനക്ക് ഐശ്വര്യമായ ഒരു അനുഗ്രഹം ആവശ്യമാണെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മ നീ അനുഭവിക്കുമ്പോൾ തന്നെ അതെ നിന്നെ ദൈവം പരീക്ഷിക്കാം. അതിനകത്തൊരു നീക്കുപോക്കും ദൈവം ഒരുക്കും. നീ വിശ്വസ്തനാണോ എന്നറിയാനാണ്. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ ദൈവം പരിശോധിക്കുമ്പോൾ അതിനകത്ത് നീക്കുപോക്കും ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അഭിഷക്തനെ ആമേൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ നീ തികഞ്ഞവനായി പുറത്തു വരുവാൻ അതിനകത്ത് നീക്കുപോക്ക് നൽകി നിന്നെ വിശാലതയിലേക്ക് വരുത്തുന്ന ദൈവത്തിന്റെ പരീക്ഷയിൽ നീ തളർന്നു പോകാതിരിക്കുവാൻ ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും പ്രാപിച്ചു മുന്നേറുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ദൈവജനത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ അത് വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. നാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരിശോധനകളിൽ നിന്നും നമ്മെ വിടുവിക്കണമെന്നല്ല ആമേൻ നാം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ പരീക്ഷയിലേക്ക് നടത്താതെ നമ്മെ നയിക്കണമെന്നാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത് ഈ പ്രാർത്ഥിപ്പനെന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയ്ക്കകത്തെ ഒരു വാക്ക് ആമേൻ അത് പരീക്ഷയിലേക്ക് നടത്താതെ നമ്മെ നയിക്കണമെന്നാണ്. ഹല്ലേലൂയ. പാപികളും ബലഹീനരുമായ നാം ആമേൻ പരീക്ഷകനായ സാത്താന്റെ കൈകളിലേക്ക് വീഴത്തക്കവണ്ണം ദൈവം ഒരിക്കലും നമ്മെ നയിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു വസ്തുത, പരീക്ഷയിൽ അതിജീവിക്കേണ്ട പാപം ചെയ്യുവാനുള്ള ഒരു ഗൂഢ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർച്ചയായും അത് ആ പ്രാർത്ഥന വ്യാജമായ പ്രാർത്ഥനയാണ്.
ആമേൻ, കപട പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിഷയത്തിൽ ദൈവം നമുക്ക് മറുപടി നൽകുവാനും ആമേൻ നമ്മെ വീഴാതെ സൂക്ഷിക്കുവാനും കടപ്പെട്ടിരിക്കുന്നുവെന്ന് നാം വൃഥാ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ശരിയായ അർത്ഥത്തിൽ നാം ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ എല്ലാവിധ പരീക്ഷകൾക്കും പാപങ്ങൾക്കും പരീക്ഷിക്കപ്പെടുവാനുള്ള പ്രലോഭനങ്ങൾക്കും എതിരെ നമ്മെ തന്നെ ഒന്ന് വചനപ്രകാരം ക്രമീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നാം വായിക്കുന്ന, നാം കേൾക്കുന്ന വചനത്തെ നമ്മുടെ ബുദ്ധിയിലേക്ക്, ബോധമനസ്സിലേക്ക് കൊണ്ടുതന്ന് നമ്മെ അത് വചനത്തിന്റെ വ്യവസ്ഥയിൽ നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ വിജയികളായി തീരണമെങ്കിൽ ഹല്ലേലൂയ നാം ഇപ്രകാരം അത് ശീലിച്ചേ മതിയാകൂ, ഇപ്രകാരം ചെയ്തേ മതിയാകൂ. ആമേൻ. കാരണം ആമേൻ, ദുഷ്ടനായവൻ, ആമേൻ, അത് ദുഷ്ടങ്കിൽ നിന്ന് അല്ലെ, ആമേൻ, ദുഷ്ടനായവൻ എന്നും ഇത് ഹല്ലേലൂയ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നിന്റെ ആരാധന അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നിന്റെ തീരുമാനം അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നിന്റെ നടപ്പ്, നിന്റെ കിടപ്പ്, നിന്റെ ഇരിപ്പ്, നിന്റെ ഇടപാട് എല്ലാം അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അതെ, ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ സാത്താൻ. ഹല്ലേലൂയ. ആമേൻ. അത് ദുഷ്ടനായവൻ എന്നതിനേക്കാൾ ദുഷ്ടൻ എന്ന് പറയുന്നത് നല്ലത്. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്ത് ആമേൻ ദുഷ്ടൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആമേൻ കൂടുതലായി പൊതുവെ ഉപയോഗിക്കുകയും കൂടുതൽ അർത്ഥവ്യാപ്തിയുമുള്ളതുമായ പദം ഏതാ? ദുഷ്ടന്മാർ എന്ന് പറയുന്നതിനേക്കാൾ അധികം ദുഷ്ടൻ എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷയോടുള്ള ബന്ധത്തിൽ മുമ്പേ കാണുന്ന പരീക്ഷയുടെ നേർ വിപരീതമാണ് ഞങ്ങളെ വിടുവിക്കണമേ എന്ന പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയോടുള്ള ബന്ധത്തിൽ മുമ്പേ കാണുന്ന പരീക്ഷയുടെ നേർ വിപരീതമാണ് ഞങ്ങളെ വിടുവിക്കണമേ എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവാശ്രയവും പ്രാർത്ഥനയുമുള്ള ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ടി ദൈവം തീർച്ചയായും ചെയ്യുന്ന ഒരു കാര്യമാണ് അവനെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അത് ദൈവഹിതമില്ലാത്തതും അവൻ പ്രവർത്തിക്കാത്തതുമായ ഒരു കാര്യത്തിനു വേണ്ടിയും അത് പ്രവർത്തിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവഹിതമല്ലാത്തതും അവൻ പ്രവർത്തിക്കാത്തതുമായ ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു നമ്മെ എന്ത് ചെയ്യുന്നില്ല? പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ ബലം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത ദുഷ്ടനിൽ നിന്ന് ആമേൻ അകത്തു നിന്നോ പുറത്തു നിന്നോ ആകട്ടെ വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂവെന്ന് അറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ ഈ പ്രാർത്ഥനയിലൂടെ ആമേൻ അത് വെളിപ്പെടുത്തി കൊടുത്ത് അവരെ കൊണ്ട് ആമേൻ ആ പ്രാർത്ഥനയിൽ ആമേൻ അതെ ആഗ്രഹത്തോടെ വാഞ്ചയോടെ ദൈവത്തോട് അറിയിക്കുവാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു ശിഷ്യനും ഹല്ലേലൂയ ദൈവം ആമേൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആയി കാണുവാൻ, ആയി തീരുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ അവരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബന്ധത്തെക്കുറിച്ച് ഹല്ലേലൂയ ദൈവവും പ്രാർത്ഥിക്കുന്ന മനുഷ്യനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം സർവശക്തനാകുന്നു. ആമേൻ. ആവശ്യമുള്ളതെല്ലാം നൽകുന്ന സ്നേഹവാനായ ഒരു പിതാവ് എന്ന നിലയിൽ ഹല്ലേലൂയ ആമേൻ അതേ ശിഷ്യന്മാർ ഹല്ലേലൂയ ബലഹീനരായിരിക്കുന്നവർ ആമേൻ ദൈവത്തോട് യാചനയിലൂടെ പ്രാർത്ഥനയിലൂടെ ഈ കാര്യം അവതരിപ്പിക്കണമെന്ന്, ഈ കാര്യം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് യേശു തന്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാ ആവശ്യത്തിനും ദൈവത്തിങ്കൽ ആശ്രയിക്കുവാൻ ഹല്ലേലൂയ ആമേൻ തയ്യാറാകുന്നവൻ നിമിത്തം ഹല്ലേലൂയ അതേ സകല മഹത്വത്തിനും ആമേൻ യോഗ്യനായ ആ ദൈവം ഹല്ലേലൂയ ആ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ശിഷ്യൻ ഹല്ലേലൂയ ആമേൻ തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കാതെ സകല പരീക്ഷയ്ക്കകത്തും നീക്കുപോക്ക് നൽകി അവിടെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി
പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആരാധിക്കുന്ന ദൈവ പൈതലേ, ക്രിസ്തു ശിഷ്യനായിരിക്കുന്നവരെ നീ തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥിക്കുന്ന ഒരു ശിഷ്യന്റെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം ആ ശിഷ്യനിൽ നിറവേറുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്. ആമേൻ. തരണമേ, ക്ഷമിക്കണമേ, വിടുവിക്കണമേ എന്ന് യാചിക്കുവാൻ ഹല്ലേലൂയ എല്ലാ ശിഷ്യന്മാർക്കും കഴിയണം. തന്നേ പറ്റൂ, പ്രവർത്തിച്ചേ പറ്റൂ എന്ന് കൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി ആമേൻ, തരണമേ, ക്ഷമിക്കണമേ, വിടുവിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ അധികാരം നൽകിയത്, ആമേൻ, ഈ കമാൻഡിങ് പവർ തന്നിരിക്കുന്നത് ദൈവത്തോട് കൽപ്പിക്കാനല്ല. പലപ്പോഴും ആമേൻ പ്രാർത്ഥന മുറിക്കകത്ത് പിതാവേ നീ തന്നേ പറ്റൂ, സൗഖ്യമാക്കിയേ പറ്റൂ. ഹല്ലേലൂയ. ആമേൻ. അതേ, പിതാവിന്റെ മേലെ കയറി ഭരിക്കുവാനുള്ള ഒരു അധികാരമല്ല തന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തു മൂലം നൽകപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, നിങ്ങൾ കൽപ്പിക്കുന്നവരായിട്ടല്ല, നിങ്ങൾ യാചിക്കുന്നവരായിട്ട്. കർത്താവേ, തരണമേ, ക്ഷമിക്കണമേ, വിടുവിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. സ്നേഹനിധിയായ ഒരു ദൈവത്തിലുള്ള നമ്മുടെ പൂർണ്ണ ആശ്രയത്തെ യേശു വളരെ ശക്തമായി ഹല്ലേലൂയ വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രാജ്യവും നിനക്കുള്ളതല്ലോ. ആമേൻ. ഈ പ്രാർത്ഥനയ്ക്ക് അഥവാ ഏതൊരു പ്രാർത്ഥനയ്ക്കും വളരെ അനുയോജ്യമായ ഒരു ഉപസംഹാരം ആമേൻ ഉള്ളതായി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള അനേക വേദഭാഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാം വായിക്കുന്നില്ല. മത്തായി സുവിശേഷം 7:7 മുതൽ 12 വരെ, മർക്കോസ് 11:24, ലൂക്കോസ് 11:1 മുതൽ 13 വരെ, ആമേൻ, അതെ, 18:1 മുതൽ 8 വരെ, റോമർ 8:26-27, എഫേസ്യർ 1:17, ഫിലിപ്പിയർ 4:6-7, കൊലോസ്യർ 1:9, 1 തെസ്സലോനിക്കർ 5:18, എബ്രയർ 11:6. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എബ്രയർ 11:6 കാണുന്നത് ഇങ്ങനെയാ: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആമേൻ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, അഭിഷക്തന്മാരെ, സഹോദരങ്ങളെ, കൂടപ്പുറപ്പെ, വിശ്വാസം കൂടാതെ ആമേൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ആമേൻ. പണം കൊടുത്ത് പറ്റത്തില്ലെന്ന്, ഹല്ലേലൂയ, പ്രതാപം കൊണ്ട് പറ്റത്തില്ലെന്ന്, കഴിവുകൾ കൊണ്ട് പറ്റത്തില്ലെന്ന്, കുലമഹിമ കൊണ്ട് പറ്റത്തില്ലെന്ന്, പാരമ്പര്യം കൊണ്ട് പറ്റത്തില്ലെന്ന്. ആമേൻ. എല്ലാവർക്കും വേണ്ടത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്ത് പങ്കാളിത്തം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് അല്പം ജ്ഞാനം കുറവായി പോയാൽ അടുത്ത വീട്ടിലെ കുഞ്ഞു മാർക്ക് മേടിച്ചതുപോലെ മേടിച്ചില്ലെങ്കിൽ ജാതികൾ ചെയ്യുന്നത് പോലെ ആമേൻ ഒച്ചയും ബഹളവും ഉണ്ടാക്കി അവരെ തകർക്കാൻ നോക്കാതെ അതെ സകലതും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തെ അറിയാമെങ്കിൽ ആ ജ്ഞാനം കുറവായ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകൂ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും വിശ്വാസമാണ് ആധാരമായിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി കേൾക്കുന്ന വചന നിമിത്തം നിങ്ങളിൽ വിശ്വാസം അതെ വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പൊ പ്രാർത്ഥന മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണം കൊടുത്താൽ ലഭിക്കത്തില്ല. ആമേൻ. അതെ, പ്രാർത്ഥന മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ആമേൻ. ഭർത്താവ് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച് അടുത്ത ദിവസം ആമേൻ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ, ആമേൻ വിശ്വാസമില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. ആമേൻ. ഇരുമനസ്സുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും സ്ഥിരനാകുന്നു. കുറെ നാള് പ്രാർത്ഥിച്ചൊക്കെ നോക്കി, ഒന്നും കാണാതെ വന്നപ്പം പരിപാടിയൊക്കെ നിർത്തി. എന്നിട്ട് പിന്നെ പഴയതുപോലെയായി, പിന്നത്തേതിലും അധികം വഷളായി. എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ദൈവവചനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. നീ വചനം കേട്ടിട്ടും കേൾക്കുന്നതല്ലാതെ അതും പ്രകാരം ജീവിക്കുവാൻ നിന്നെ വിധേയപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ആമേൻ അതേ രേഖപ്പെടുത്തിയത്. ആമേൻ. കാറ്റ് അടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാണ് നീ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, നിങ്ങളിൽ രണ്ടുപേര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകണമെങ്കിൽ ഹല്ലേലൂയ തമ്മിൽ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറയണം. ഹല്ലേലൂയ. ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നീതിമാന്റെ സത്യയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവമക്കളെ, രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന, പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥനയെല്ലാം ഫലിക്കണമെന്നുണ്ടെങ്കിൽ നീ നീതിമാനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് സ്നേഹിത നിന്നെ നീതീകരിപ്പാനാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ നിന്നെ കഴുകി നിർമ്മല മനസാക്ഷി കുടമയാക്കി ആമേൻ നിത്യ തേജസ്സിന്റെ ആമേൻ അതെ നിന്നെ നിറയ്ക്കുവാൻ, അതെ നിത്യ ആമേൻ രാജ്യത്ത് നിന്നെ എത്തിക്കുവാൻ അത്രേ ദൈവപുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകി. ആ അധികാര പരിധിയിലായിരിക്കുന്ന തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കണമെങ്കിൽ ഈ വണ്ണം പ്രാർത്ഥിച്ചേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന അനുഗ്രഹിതനായ ഒരു ഭക്തനെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ കൂടിയിരുന്ന ഹല്ലേലൂയ സ്വത്രം പാടി ക്രമം പ്രാർത്ഥിക്കുന്ന ആളുകളെ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന അനുഗ്രഹിതനായ ഒരു ഭക്തനെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാ. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നോക്കണമേ, ഏലിയാവ് ജീവിച്ചിരുന്ന കാലങ്ങൾ കഴിഞ്ഞു കേട്ടോ. ആമേൻ. എന്നാൽ ഇപ്പോ പുതിയ നിയമ വിശ്വാസികൾ കൂടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ ആമേൻ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ യാക്കോബ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധനായ ദൈവം പറയുകയാണ്, ക്രമം കെട്ടവരുടെ ജീവിതത്തിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പഴയ നിയമ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ആമേൻ ജീവിച്ചിരുന്ന ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ആമേൻ. അത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ സമയത്ത് വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. വെള്ളമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളമുണ്ടായി. ആമേൻ. കരയുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കരയുണ്ടായി. അതേ അധികാരത്തോടെ മഴ പെയ്യരുതെന്ന് കൽപ്പിച്ചപ്പോൾ മഴ പെയ്യാതിരിക്കത്തക്ക വിധത്തിൽ ആമേൻ നിങ്ങളിൽ ഒരുവന്റെ നാവിൽ അധികാരം കൊടുത്തവനത്രേ അതെ നിങ്ങളുടെ മേലും അഭിഷേകം പകർന്നിരിക്കുന്നത്. ഈ മലയോട് നീങ്ങി കടലിൽ പോകാ എന്ന് പറഞ്ഞ നിങ്ങളുടെ വാക്കുകളുടെ മുമ്പിൽ അത് സംഭവിക്കണമെങ്കിൽ ഏലിയാവ് ഭക്തൻ അതെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവന്റെ വാക്കിന്റെ മുമ്പിൽ പ്രകൃതി നിന്നതുപോലെ, പ്രകൃതി ചലിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിലും പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്റെ വാക്കുകളുടെ മുമ്പിൽ പ്രകൃതിയിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. പക്ഷേ നിങ്ങൾ ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതെ പ്രകൃതിയിൽ അത്ഭുതം നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവന്റെ ആമേൻ അഭിഷേകത്തിന്റെ നിറവില് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യം വഹിപ്പാൻ കൃപ ലഭിച്ചു കൂടിയിരുന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരുടെ ജീവിതത്തിലെ ക്രമക്കേട് ആത്മാവ് കണ്ടിട്ട് അത് ക്രമീകരിപ്പാൻ ഒരവസരം ആമേൻ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിലുള്ള രോഗികൾ സൗഖ്യമാകാതിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം നിങ്ങളുടെ ഇടയിലുള്ള ക്രമക്കേടാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടും ആമേൻ നിങ്ങളുടെ ഇടയിൽ ആമേൻ രോഗികളായി ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ രണ്ടുപേർ ഒരുമനപ്പെട്ട് അവരുടെ ഇടയിലുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള ഭക്തനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രകൃതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഈ രോഗത്തിന്മേൽ അതേ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുവാൻ നിങ്ങളുടെ അധരത്തിലൂടെ ഉയരത്തിലെ ശക്തി വെളിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ക്രമക്കേടിനെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ, ആമേൻ. എങ്കിൽ മാത്രമേ അതെ ദൈവനാമം നിങ്ങളുടെ പ്രാർത്ഥന റൂമിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത്, നിങ്ങളുടെ ആരാധനയ്ക്കകത്ത് വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യവും വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ആമേൻ. അഭിഷക്തന്മാരെ, സഹോദര സഹോദരി, കൂടപ്പറപ്പേ, ചുമ്മാ ഹല്ലേലൂയ എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിച്ച് ആമേൻ കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് ഫോൺ എടുത്തിട്ട് അയ്യോ ആമേൻ അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ദിനങ്ങൾ തള്ളി നീക്കി ആമേൻ അതെ ഒടുവിൽ അന്ത്യവിശ്രമം കൊള്ളുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ ജീവിച്ചിരിക്കുമ്പോൾ ആമേൻ നിന്റെ ജീവിതത്തെ ക്രമീകരിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നിലൂടെ ലോകം അറിയത്തക്ക വിധത്തിൽ ഇന്നും പ്രവർത്തിപ്പാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഇന്ന് രാത്രി ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ചുകൊണ്ട് ജീവനുള്ള പ്രാർത്ഥന ആമേൻ അധരത്തിൽ നിന്ന് വെളിയിൽ വരുന്ന അനുഭവത്തിലേക്ക് അതെ നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചിലരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 32-ാം വാക്യത്തിൽ അപ്പോൾ അവൻ കർത്താവെ കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷേ 10 പേര് അവരെ കണ്ടാലോ എന്ന് പറഞ്ഞു. നോക്കണമേ, ലോത്ത് എന്ന് പറയുന്ന ആമേൻ വഴക്കാളി പയ്യൻ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ സഹോദരന്റെ മകനാ. ആമേൻ. അതേ വല്യപ്പനോട് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാ അബ്രഹാമിന്റെ സഹോദരൻ മരണപ്പെട്ടു. ആമേൻ. കുഞ്ഞുനാള് മുതൽ വളർത്തി വലുതാക്കി നന്ദിയില്ലാത്ത കൊച്ചൻ വഴക്കുണ്ടാക്കി ആമേൻ ബാല്യക്കാരോട് ഇടഞ്ഞ് ആമേൻ അതേ നീരോട്ടമുള്ള ദേശത്തേക്ക് പോയി അവിടുന്ന് ആമേൻ ആ കൊച്ചൻ പെണ്ണ് കെട്ടിയെന്ന് ആമേൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പം ആമേൻ മക്കളുണ്ടായെന്ന് ഇതുപോലെ കുരുത്തം കെട്ട മക്കള് ആമേൻ ഇതുപോലെ തലതെറിച്ച മക്കള് ആമേൻ ബൈബിളിനകത്ത് 10-ാം തലമുറ പോലും ദൈവസഭയിലേക്ക് അടുത്ത് വരാതിരിക്കത്തക്ക വിധത്തിൽ ആമേൻ 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 ജാതികളുടെ ഇടയിൽ പോലും ചെയ്യാത്ത വിധത്തിലുള്ള ക്രമക്കേട് ചെയ്ത പിശാചിന്റെ ആമേൻ കയ്യിൽ അകപ്പെട്ടു പോയ ആമേൻ ലോത്തിന്റെ തലമുറ. ഹല്ലേലൂയ. എന്നാൽ ആ വലിയ വിപത്തിനകത്ത് നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ അബ്രഹാമിനോട് ദൈവം ആമേൻ ദൂരം അറിയിച്ച രാത്രിയിൽ അബ്രഹാം ദൈവസന്നിധിയിൽ കയറിപ്പോയി മധ്യസ്ഥത അണയുകയാ. അവന്റെ മധ്യസ്ഥത ദൈവം സ്വീകരിച്ചു, ദൈവം ഓർത്തു, അവസരം കൊടുത്തു. പക്ഷേ തക്കത്തിൽ ഉപയോഗിച്ചില്ല. ഇന്ന് രാത്രിയിലും അവസരം ദൈവം ഒരുക്കിയിട്ട് അത് തക്കത്തിൽ ഉപയോഗിക്കാതെ നീ ആമേൻ ഈ മായയാകുന്ന ലോകത്ത് വെട്ടിപ്പിടിച്ചതിനെ കെട്ടിപ്പിടിച്ച് നോക്കിയിരുന്നാൽ ആമേൻ നീ വിടേണ്ടതിനെ വിടാതെ അതിനെ വലുതായി കണ്ടാൽ നിന്റെ നിത്യത നഷ്ടപ്പെടുക മാത്രമല്ല ആമേൻ നിന്റെ ശിഷ്ടായുസ് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാതെ മറ്റുള്ളവർക്ക് ദൃഷ്ടാന്തമായി നീ കൂത്തുകാഴ്ചയായി മാറും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കഠിനമായ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലെ, ഒരുപക്ഷെ നീ യൗവനക്കാരനായിരിക്കാം, ഒരുപക്ഷെ നീ യൗവനക്കാരത്തിയായിരിക്കാം. യൗവന മോഹങ്ങളെ വിട്ടോടുക.
ഓർക്കുക. ആമേൻ. യോസേഫ് യൗവനത്തിൽ ആമേൻ അതേ കടന്നാക്രമിക്കപ്പെട്ടപ്പോൾ ഈ മഹാപാപം ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഓടിയ യോസേഫിനെ പോലെ നല്ല പ്രായത്തിൽ ദാനിയേലിന് അതേ രാജാവ് കൊടുക്കുന്ന വീഞ്ഞും അതേ മൃഷ്ടാന ഭോജനവും കഴിച്ച് അശുദ്ധനാകാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ രാജാവേ, നീ നൽകുന്ന വീഞ്ഞുകൊണ്ടോ നീ നൽകുന്ന ആഹാരം കൊണ്ടോ എന്നെ തന്നെ അശുദ്ധനായി എന്നെയും എൻ്റെ തലമുറയും പാപത്തിലേക്ക് വലിച്ചിഴച്ച് നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് വിശുദ്ധ ജീവിതത്തിന് സ്വയം സമർപ്പിക്കപ്പെട്ട അത് ദാനിയേലിനെ പോലെ ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കഠിനമായ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് ആ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടതായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിശാച് തന്നിലേക്ക് എറിഞ്ഞ എല്ലാ പ്രലോഭനങ്ങളെയും തരണം ചെയ്യേണ്ടതിന് ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും യേശുവിന് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ പിശാച് ക്ഷണിക്കാതെ കണ്ട് കയറി വന്ന് അരുമനാഥനായ ദൈവപുത്രനെ വീഴ്ത്തിക്കളയുവാൻ 1 അല്ല 2 അല്ല 3 വട്ടം ആമേൻ പ്രലോഭനങ്ങൾ അഴിച്ചുവിട്ടെന്ന് ആമേൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. തോന്നല് പറഞ്ഞതല്ല, ആമേൻ. കേട്ടത് പറഞ്ഞതല്ല, ആമേൻ. വചനമായി ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനുമായി ഇവിടെ ആയിരിക്കുന്ന യേശു പറഞ്ഞു. ആവർത്തന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വേദവാക്യം ഉദ്ധരിച്ച് ആമേൻ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. ഇത് മാത്തനിത മലക്കുന്നു എന്ന് പറഞ്ഞ് കിടക്കുന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ആമേൻ അതേ മാസ്റ്റർ പ്ലാൻ ആയിരിക്കുന്ന സത്യവേദ പുസ്തകം ഈ ഭൂമിയിൽ നീ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന സത്യവേദ പുസ്തകം നീ വായിക്കാൻ തയ്യാറാകണം. അത് വായിച്ചാൽ മാത്രം പോരാ, അത് ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കണം. ആ പഠിച്ചതുപോലെ ഗ്രഹിച്ചതുപോലെ മാക്സിമം നീ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടണം. ആമേൻ. നീ കാണണം, നീ കേൾക്കണം. അങ്ങനെ നീ ജീവിക്കാൻ തയ്യാറായാൽ സമാധാനത്തിന്റെ ദൈവം നിന്നോട് കൂടെയിരിക്കും. തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടത്രേ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് അവന് വിശന്നിരിക്കുന്ന സമയത്ത് തന്ത്രശാലിയായ ആ 1ാമത്തെ കുടുംബമായ ആദാമിനെ ഹവ്വയും വീഴ്ത്തിക്കളയുവാൻ ഭക്ഷണത്തിന്റെ കാര്യം കയറി ചെന്ന് തകർത്ത ദുഷ്ട പിശാചിനെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഓടിച്ചില്ല. ആമേൻ. വചനമെടുത്ത് ആമേൻ യേശു കർത്താവ് പറയാൻ തുടങ്ങിയപ്പോ അവൻ തന്നെ ഓടിപ്പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതിന് അവൻ ഹല്ലേലൂയ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, എനിക്ക് വാദോരാതെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷെ എഴുതിയിരിക്കുന്ന വചനത്തിന് എൻ്റെ യേശു പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ഞാനും അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ വേദഭാഗങ്ങൾ ആമേൻ അക്കമിട്ട് ഉദ്ധരിച്ച് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, ആമേൻ, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ കയ്യിൽ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു. ആമേൻ. വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നോക്കണേ, സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഒന്ന്, അവന്റെ ഭൗതികമായ വിശപ്പ് അവൻ ശമിപ്പിക്കുവാൻ തന്ത്രവുമായി യേശുവിന്റെ അടുത്ത് ദുഷ്ട പിശാച് വന്നു. കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ആമേൻ നിന്റെ ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, നിന്റെ ഭക്ഷണ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ സാത്താൻ തന്ത്രപൂർവം നിന്നെ കൊടുക്കാനുള്ള ആമേൻ ക്രമക്കേടുമായി വരും. പ്രൈസ് ദി ലോർഡ്. 2, ആമേൻ അവനെ തള്ളിയിട്ട് ആമേൻ തകർക്കാൻ നോക്കി. ഹല്ലേലൂയ. ആമേൻ. നീ തകർന്നു പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, നീ നശിച്ചു പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ
സാത്താൻ തന്ത്രപൂർവം ആമേൻ ഉണ്ടാക്കി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കാണുന്നില്ലേ ആമേൻ, അതെ കൊറോണയാണ്. ആമേൻ, കൊറോണയ്ക്ക് മറുമരുന്നായി പല കണ്ടുപിടുത്തങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ നടുവിലും അനേകർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ശാശ്വത പരിഹാരം ഇവിടെ കണ്ടുപിടിക്കുവാൻ ഉലകത്തിൽ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതിനിടയിലും കണ്ടുപിടുത്തങ്ങൾക്കിടയിലും അനേകർ തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശാശ്വത പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത് ആമേൻ, അവന്റെ ആരാധന രീതി. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ സത്യ ആരാധനയിലേക്ക് വിടാതെ കണ്ട് ഇവിടെ കാണുന്ന പലതിലും കുടുക്കി ആമേൻ, ദൈവവുമായിട്ടുള്ള ശരിയായ ആരാധനയിലേക്ക് വിടാതെ അന്നും ഇന്നും അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച്. ഒന്ന്, അവന്റെ വിശപ്പ് ആഹാര കാര്യങ്ങള്. രണ്ട്, അവന്റെ ആമേൻ ഈ ലോകത്തിലെ ആ സ്ഥാനമാനങ്ങള്, പദവികള്, ഉയർച്ചകള്, അതിനോടുള്ള ബന്ധത്തില്. മൂന്ന്, ആരാധനയോടുള്ള ബന്ധത്തില്. ആമേൻ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ആവശ്യമായിരിക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതേ മക്കളെ, നീ ജീവനോടിരിക്കുമ്പോൾ ഈ പിശാച് നിന്നോട് ഇങ്ങനെ അടുത്ത് വന്ന് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ കുടുക്കാൻ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യൗവനക്കാരായിരിക്കുന്നവരെ പ്രലോഭനങ്ങളിൽ കുടുക്കി തകർക്കാൻ വേണ്ടി ഇവൻ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ യൗവന മോഹങ്ങളെ വിട്ടോടാതിരിക്കാനാണ്. ഹല്ലേലൂയ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. നീ വചനം കൊണ്ട് ആമേൻ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ തയ്യാറായ ഒരു ക്വാളിറ്റിയുള്ള ഒരു ദൈവ പൈതലായി മാറിയാൽ പിശാചിനെ നീ ഓടിക്കേണ്ട. പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. പിശാച് വിട്ടു പോയപ്പോൾ ദൂതന്മാർ അടുത്ത് വന്ന് നിന്നെ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ അവനെ എന്ത് ചെയ്യും? നയിച്ചു എന്നാണ് ആമേൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. അങ്ങനെയല്ല വായിച്ചത്? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. ആമേൻ. അതെ, പിശാച് എന്ന വാക്കിന്റെ അർത്ഥം കുറ്റം ആരോപിക്കുന്നവൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ അപവാദം പരത്തുന്നവൻ എന്നിങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭൂതങ്ങളുടെ തലവനായ സാത്താന്റെ മറ്റൊരു പേരാണിത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, ആമേൻ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ബോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരാള് നമ്മുടെ കൂടെ വന്നിട്ട് നമ്മളോട് ആദ്യമൊക്കെ സ്നേഹമൊക്കെ നടിച്ച് ആമേൻ നമ്മളോട് നല്ല ലോകിയൊക്കെ കാണിച്ച് ക്രമേണ അവരുടെ വാക്കിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇടപാടുകളിലെല്ലാം അവരാരാണെന്ന് എന്ത് ചെയ്യും? വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആമേൻ. കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ആമേൻ, മരിച്ചു പോയാൽ ആ മരിച്ചെടുത്ത് നിന്ന് അപ്പനായിട്ട് അമ്മയായിട്ട് വരാൻ ഒക്കുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒക്കത്തില്ല. ആമേൻ. പിന്നാരാ അപ്പനെ പോലെ വന്നേ, അമ്മയെ പോലെ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പൊ സാത്താന് ആമേൻ കഴിയും മരിച്ചുപോയ അപ്പനെ പോലെ വേഷം കെട്ടി വരാൻ, മരിച്ചുപോയ അമ്മയെ പോലെ വേഷം കെട്ടി വരാൻ, മരിച്ചുപോയ ഭർത്താവിനെ പോലെ വേഷം കെട്ടി വരാൻ, മരിച്ചുപോയ കുഞ്ഞിനെ പോലെ വേഷം കെട്ടി വരാൻ. പക്ഷെ മരിച്ചുപോയ കുഞ്ഞോ, മരിച്ചുപോയ അപ്പനോ, മരിച്ചുപോയ ആമേൻ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ഒന്നും വരത്തില്ല. ഒരിക്കൽ ആമേൻ ഒരു ആമേൻ അതേ സ്ഥലത്ത് ആമേൻ ഒരു ആമേൻ ഭക്തൻ ഇങ്ങനെ ചൊല്ലി, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ആമേൻ അതെ 2 ആമേൻ കാലുള്ളവനായിട്ട് പോയി, ആമേൻ ഹല്ലേലൂയ, 4 കാലുള്ളവനായി വന്നു, ഹല്ലേലൂയ, വട്ട മുഖമുള്ളവനായി പോയി, അത് നീണ്ട മുഖമുള്ളവനായി വന്നു, ഹല്ലേലൂയ, ആമേൻ. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആമേൻ
ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി. ആമേൻ. ആ ഭർത്താവ് മരിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ആ ശവദാഹമൊക്കെ കഴിഞ്ഞിട്ട് ആമേൻ അവരുടെ ആമേൻ ആചാരപ്രകാരം ആമേൻ അതെ ഒരു തൂശനില വെട്ടി അതിനകത്ത് ചോറ് വിളമ്പി ആമേൻ ഭർത്താവ് വരുന്നത് കാണുവാൻ ആ കൂരിരുട്ടത്ത് കർത്തവാവിന്റെ അന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ആമേൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നോടുകൂടെ ജീവിച്ചിരുന്നപ്പോൾ വട്ടമുഖമുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാണാൻ സുന്ദരനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് രാത്രി ആ പാവം ഭാര്യ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ കാണുകയാണ് 2 കാലുള്ളവനായി പോയ ഭർത്താവ് 4 കാലിൽ വരികയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സൂക്ഷിച്ചു നോക്കി. വട്ടമുഖമുള്ളവനായിട്ടായിരുന്നു തന്റെ ഭർത്താവ് ആമേൻ പോയത്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോ നീണ്ട മുഖമുള്ളവനായിട്ടാ വന്നേ. ഹല്ലേലൂയ. തന്റെ ഭർത്താവ് തന്റെ കൂടെ ഇരുന്നപ്പോൾ തന്റെ കൈ കൊണ്ട് ആമേൻ വാരി ഉണ്ണുന്നതാ കണ്ടത്. പക്ഷേ താൻ സൂക്ഷിച്ചു നോക്കിയപ്പോ നീണ്ട നാവ് കൊണ്ട് നക്കി തിന്നുന്നതാ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അത് വെളിച്ച ആമേൻ സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ ആമേൻ ഒരിക്കലും മരിച്ചുപോയവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. പക്ഷേ സാത്താൻ തന്ത്രശാലിയാണ്. പല വേഷത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ട് നിന്നെ തകർത്ത് കളയുവാൻ സാധ്യതയുള്ള ലോകത്ത് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരസ്പരം പോരാടുന്ന അദൃശ്യമായ 2 രാജ്യങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ നാം ആമേൻ വളരെ വ്യക്തമായി കാണുന്നു. അതാണ് ദൈവരാജ്യവും സാത്താന്റെ രാജ്യവും. രാജ്യവും മഹത്വവും എല്ലാം അവിടത്തേക്ക്. ഹല്ലേലൂയ. ആമേൻ. ദൈവരാജ്യവും സാത്താന്റെ രാജ്യവും. ആമേൻ. അതെ ഒരു ഉദാഹരണത്തിലൂടെ ഉപമയിലൂടെ കർത്താവ് ഈ കാര്യം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആമേൻ. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ആമേൻ. അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂബിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ആമേൻ. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ആമേൻ. ഞാൻ ബെയൽസെബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? ആമേൻ. അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതി ആകും. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തെ നശിപ്പിക്കാൻ സാത്താൻ അന്നും ഇന്നും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിനവൻ പ്രയോഗിക്കുന്ന മാർഗം ദുഷ്ടത പ്രവർത്തിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ ആമേൻ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഹായീനും ഹാബേലിനെ പോലെ 2 തലമുറയിൽ ഒന്നിനെ ദുഷ്ടൻ ആമേൻ കടന്നു പിടിച്ച് അവനെ കൊണ്ട് ദുഷ്ടത ചെയ്യിപ്പിച്ച് നിന്റെ കുടുംബത്തിൽ തന്നെ ആലോക്യമുണ്ടാക്കി നിന്നെ കണ്ണുനീരിലും ദുഃഖത്തിലും ഒരു മൂലയിൽ ഉതക്കുന്ന ദുഷ്ട പിശാച് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേദഭാഗം വായിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. യേശു നേരിട്ട് പരീക്ഷയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു എങ്ങനെയുള്ളവനാണെന്നും സാത്താൻ എങ്ങനെയുള്ളവനാണെന്നും സാത്താന്റെ പരീക്ഷകളിൽ നമുക്ക് എങ്ങനെ വിജയം നേടുവാൻ സാധിക്കുമെന്നും മനസ്സിലാക്കി തന്റെ ശിഷ്യന്മാരെ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവാത്മാവ് യേശുവിനെ അഭിഷേകം ചെയ്തിരുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ രാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ഭൗമികമായ ഒരു സിംഹാസനത്തിൽ അരികിലേക്കല്ല ആത്മാവ് തന്നെ കൊണ്ടുപോയത്. ഹല്ലേലൂയ. ഉപവാസം, വിശപ്പ്, പരീക്ഷ ഇവയാണോ ശ്രേഷ്ഠമായ ആ രാജ്യത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരുവാനുള്ള മാർഗം? തീർച്ചയായും മനുഷ്യന്റെ മാർഗം അതല്ല. എന്നാൽ ദൈവത്തിന്റെ മാർഗം, ദൈവത്തിന്റെ പദ്ധതി അതാ. ദൈവമക്കളെ, ഇന്ന് രാത്രി അഭിഷേക
അഭിഷേകം നിന്റെ മേലുണ്ടോ? ദൈവിക വിളി നിന്റെ മേലുണ്ടോ? ദൈവിക നിയോഗം നിന്റെ മേലുണ്ടോ? നിനക്ക് വെച്ചിരിക്കുന്ന പദവിയിലേക്ക് നീ ഉയർന്നു വരണമെങ്കിൽ ഉപവാസം ആവശ്യമാണ്. ഹല്ലേലൂയ. അതേ, പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ, നമ്മുടെ ജീവിതത്തിൽ വിശപ്പ് ആവശ്യമാണ്. ആമേൻ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കാനുള്ള, അത് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാനുള്ള അത് വിശപ്പുണ്ടാകണം, വാഞ്ചയുണ്ടാകണം. ഇന്ന് രാത്രി അപ്രകാരമായിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മാർഗം അതാണ്. ഹല്ലേലൂയ. അവന്റെ രാജ്യം ആത്മീയമാണ്. അവന്റെ രാജാവിന്റെ സ്വഭാവം പരീക്ഷിക്കപ്പെട്ട് അംഗീകാരം അത് നേടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ആ വലിയ ശത്രുവായ സാത്താൻ തോൽപ്പിക്കപ്പെടുകയും വേണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പിതാവിനോട് പൂർണ്ണ അനുസരണമുള്ളവനും സകലത്തിനും പിതാവിനെ പ്രസാദിപ്പിക്കുന്നവനുമായിരുന്നുവെന്ന് ഈ പരീക്ഷ വളരെ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. രണ്ട് വസ്തുക്കൾ നാം തിരിച്ചറിഞ്ഞാൽ ഈ പരീക്ഷയെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു അത് പ്രാർത്ഥിക്കുവാനുള്ള ഹല്ലേലൂയ ആമേൻ ഒരു ഫോർമാറ്റ് അത് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളിലുള്ള ആമേൻ ആ ചിന്താഗതിയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആമേൻ അതിനുകൊണ്ട് ഒന്ന് ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല മേഖലകളിലും നിങ്ങൾ പരാജയപ്പെടുകയല്ല. അതെ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവിനെ പോലെ സകല മേഖലകളിലും ജയാളിയായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ഈ കമ്പ്യൂട്ടറൊക്കെ ആമേൻ അതെ ഫോർമാറ്റ് ചെയ്യണം ഇടയ്ക്ക്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഇപ്പോഴത്തെ മൊബൈലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഫോർമാറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നല്ല നിലയിൽ പ്രവർത്തിക്കത്തുള്ളൂ. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടിട്ട് കാലം കുറെ ആയില്ലേ? ആമേൻ. സ്നാനപ്പെട്ടിട്ട് കുറെ കാലമായില്ലേ? ആമേൻ. ഈ ആമേൻ അകത്ത് കിടക്കുന്ന ഈ ദുഷ്ടതയൊക്കെ ഒന്ന് വെളിയിൽ പോകാൻ വേണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാ, ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നത് നല്ലതാ. ഇന്ന് രാത്രി ഒന്ന് ദൈവകരങ്ങളിലേക്ക് വിധേയപ്പെടും. ഹല്ലേലൂയ. അമ്മേ, അത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. പ്രലോഭനം പിശാചിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. നമ്മെ പരീക്ഷിക്കുന്നതിന് പിന്നാലെ അവന്റെ ഉദ്ദേശം ദൈവത്തിനെതിരായ പാപത്തിലേക്ക് നമ്മെ ആകർഷിക്കുക. അങ്ങനെ നാം പരാജയപ്പെടുമ്പോൾ അത് തരം താഴ്ന്ന് ലജ്ജിച്ച് ആമേൻ നമുക്ക് ഉയരുവാൻ കഴിയാതെ അവന്റെ കരവലയത്തിനകത്ത് നാം ഒതുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 4-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അത് ഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, നാം പരീക്ഷകൻ അതെ ദൈവത്തിന്റെ വചനം അതെ ഹല്ലേലൂയ എടുത്തുകൊണ്ടാണ് വന്നത്. അവൻ വളച്ചൊടിച്ച് അതിനകത്ത് നമ്മളെ കുടുക്കുവാനുള്ള തന്ത്രമായിട്ടാണ് വന്നത്. ഇന്നുകൊണ്ട് സത്യവേദ പുസ്തകത്തെ വളച്ചൊടിച്ച് പ്രസംഗിച്ച് അനേകരെ തെറ്റിദ്ധരിപ്പിച്ച് അതെ ക്രമക്കേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ കപട ആമേൻ അതെ ഭക്തിക്കാരും ദുരു ഉപദേശകന്മാരും. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ വരുത്താത്ത അത് ദൈവവചനം കേൾക്കുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ദൈവമക്കളെ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ അത് കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയായാൽ കൂടുതൽ കേൾക്കുന്നതിനാൽ ആമേൻ കൂടുതൽ ശിക്ഷാവിധിക്ക് യോഗ്യരാകും. ആമേൻ. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ പറയുന്ന ആമേൻ 4 തരം ആളുകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നല്ലോ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണീകനത്രേ. ഹല്ലേലൂയ. എന്നാൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വാഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. ഹല്ലേലൂയ. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ
വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 വേലി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഒരു വിഭാഗം മാത്രമേ ഫലം പുറപ്പെടുവിച്ചുള്ളൂ. ഹല്ലേലൂയ. യഹൂദന്മാർ ദൈവവചനം കേൾക്കുന്നതിലും ആമേൻ മനപ്പാഠമാക്കുന്നതിലും വളരെ ഉത്സാഹമുള്ളവരും, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഏറെ പിന്നിലുമായിരുന്നു. ഹല്ലേലൂയ. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഇന്നും അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ആമേൻ. വളരെ ശക്തമായി ഗംഭീരമായി വചനങ്ങളൊക്കെ പറയും, പക്ഷേ അവര് അത് ചെയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് വളരെ ശക്തമായി പ്രസംഗിക്കും, പക്ഷെ മക്കളുടെ പേരിലും കൊച്ചുമക്കളുടെ പേരിലും ഉണ്ടാകാൻ പോകുന്ന മക്കളുടെ പേരിലും ആമേൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ട് ആമേൻ പിന്നെയും പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അതേ ജീവിക്കുന്ന അനേകര് നമുക്ക് ചുറ്റുപാടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായപ്രമാണം പ്രമാണിച്ചുവെങ്കിൽ അതും പ്രമാണിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, നീ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. ഹല്ലേലൂയ. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ ആമേൻ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? ഹല്ലേലൂയ. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ആമേൻ, നാം വായിക്കുന്ന, നാം കേൾക്കുന്ന, നാം പ്രസംഗിക്കുന്ന ആ വചനപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളിലൂടെ ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഘോര പ്രസംഗിച്ച് ലൈക്കും കമന്റും മേടിച്ച് ഞാൻ വലിയ ഒരു പ്രാസംഗികനാണെന്ന് ഇവിടെ പേരെടുക്കാം. പക്ഷേ കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭയെടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ എടുക്കപ്പെടാം. പക്ഷേ ആമേൻ ഇടത്ത് നിൽക്കുന്നവരോട് ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ അനുയായികൾക്കും ഒരുക്കിയിരിക്കുന്നിടത്തേക്ക് ആമേൻ പോകുവിനെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവിടെ രക്ഷയില്ല, അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. മത്തായി സുവിശേഷം 7:21 മുതൽ 27 വരെയുള്ള വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, വിശ്വാസികളെന്ന് അപമാനിക്കുന്നവർ പോലും ആമേൻ ദൈവവചനം പൂർണ്ണമായി അനുസരിക്കാത്തതിനാൽ നശിച്ചു പോകുവാനിടയാകും. ദൈവവചനം അനുശ്വാസിക്കുന്നത് ചെയ്യാതിരുന്നാൽ പലർക്കും കിട്ടേണ്ട പ്രതിഫലം നഷ്ടമായി പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവിധ പ്രലോഭനങ്ങൾക്കും എതിരായി ജയിക്കാനും ഹല്ലേലൂയ എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുവാനും ഹല്ലേലൂയ ഇടയാകത്തക്ക വിധത്തിൽ ഈ ഭൂമിയിലെ ശിഷ്ടായുസ് ആമേൻ ദൈവഭയത്തോടെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കണ്ടെത്തി ജീവിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു എല്ലാത്തരെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ആമേൻ കഴിവ് നേടിയത് ദൈവവചനം നന്നായി അതെ അറിയുകയും അനുസരിക്കുകയും അതിന്റെ മുമ്പിൽ സ്വയം താഴ്ത്തുകയും ചെയ്തത് കൊണ്ടാണ്. നോക്കണമേ, അഭിഷക്തൻ വചനമായവൻ കൃപയും സത്യവും നമ്മുടെ ഇടയിൽ പാർത്തവൻ വചനത്തിന് മുമ്പിൽ തന്നെ താഴ്ത്തി. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ സ്വയം എത്ര പേർ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അവിടുത്തെ വചനത്തെ കുറിച്ച് ധ്യാനിക്കുവാനും പ്രഖ്യാപിക്കുവാനും ഹല്ലേലൂയ വഴിയിൽ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനും ഹല്ലേലൂയ പ്രലോഭനത്തെ എങ്ങനെ മറികടക്കാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കെടുത്ത ആമേൻ അതെ അലക്സ് കുഞ്ഞു ആമേൻ തന്നെയും തൻ്റെ കുടുംബത്തെയും ആമേൻ തൻ്റെ ജീവിത പങ്കാളിയെയും തൻ്റെ തലമുറകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആമേൻ അതെ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം ഹല്ലേലൂയ ആമേൻ അതെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ ആ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് സ്തോത്രം ചെയ്യാം. അവരുടെ തലമുറകളായിരിക്കുന്നിടത്ത് ദൈവം സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ ആമേൻ. ലൈലാമാന്റെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കുവൈറ്റിലായിരിക്കുന്ന പ്രിയ ലൈലാമാന്റെ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, തന്റെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. തന്റെ മകനിലൂടെ ചെയ്യുന്ന ശുശ്രൂഷകൾ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമാകട്ടെ. തന്റെ പെൺകുഞ്ഞിന് ആമേൻ അതെ ദാനമായി കൊടുത്ത തലമുറയുടെ ആമേൻ അതെ പുതിയ അഡ്മിഷന് വേണ്ടി ആമേൻ പ്രാർത്ഥന റിക്വസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നടക്കുവാൻ ദൈവം വഴികൾ തുറക്കട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മഞ്ജു ബാസിലിനായി പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ആമേൻ അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആ വാത്സല്യ ആമേൻ സഹോദരി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തുതിയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ താനായിരിക്കുമ്പോൾ തന്നെ ഞെരുക്കുന്ന, തന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന സകല പ്രതികൂലത്തിന്റെ നടുവിലും അതേ ധീരതയോടെ മുൻപോട്ട് പോകുവാൻ ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും തന്റെ മേൽ ദൈവം നൽകട്ടെ. ഹല്ലേലൂയ. സ്മിത വർഗീസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ ആദ്യം താൻ കടന്നു വരുവാനിടയായി തന്റെ ജീവിതത്തിൽ വലിയ ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുവാൻ അത് ഇടയാകേണ്ടതിനായി ആഴമേറിയ സമർപ്പണത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദൈവ അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സജി വർഗീസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാനിടയായി തീർന്നത് തന്റെ ജീവിതത്തിൽ അതേ വെല്ലുവിളിക്കുന്ന സകല പ്രതികൂലത്തിനകത്ത് നിന്ന് ആമേൻ പൂർവാധിക ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും തന്റെ മേൽ ദൈവം പകരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ആമേൻ പൂർവാധിക ശക്തിയോടെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ കഴിയാതെ കണ്ട് ഞെരുക്കുന്ന സകല ഞെരുക്കങ്ങളും അത് ഒരു വിശാലതയ്ക്ക് വേണ്ടി ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ മുഴങ്ങാൻ മടക്കി അത് പൂർവാധിക ശക്തിയോടെ മുന്നേറുവാൻ ഉതകുന്ന ഒരു ആത്മാവിന്റെ പുത്തൻ മണ്ഡലം ആമേൻ തന്റെ ശുശ്രൂഷയുടെ മേഖലയിൽ ആമേൻ ദൈവം തുറന്നു കൊടുത്ത് മാനിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസൻ ബിജു പിആറിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. കുടുംബമായി താൻ അഭിമുഖീകരിക്കുന്ന അനേക വെല്ലുവിളികളുണ്ട്. ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും ദാവീദിന് നേരെ കടന്നു വന്നപ്പോൾ അപ്പൻ അറിഞ്ഞില്ല, സഹോദരങ്ങൾ അറിഞ്ഞില്ല, കൂടപ്പറപ്പ് അറിഞ്ഞില്ല. അതുപോലെ വാത്സല്യ സഹോദരൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്ന ആമേൻ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ആമേൻ തന്നോട് കൂടെ ഇരുന്ന് ആമേൻ ജയത്തോടെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇനിയും പൂർവാധിക ശക്തിയോടെ മുന്നേറുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവശക്തി തന്റെ ദാസന്മേൽ കുടുംബത്തിന്മേൽ തലമുറയുടെ മേൽ ദൈവം പകരുന്ന രാത്രിയായി മാറട്ടെ. കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ സാൽവിൻ ജോർജിനായി ദൈവത്തെ സ്തുതിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ശക്തമായി കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് നിർത്തിയിരിക്കുന്ന അഭിഷക്തനെ ഈ കോവിഡ് നാളിൽ ആമേൻ തന്നെയും ആമേൻ കടത്തിക്കളയുവാൻ തകർത്ത് കളയുവാൻ ദുഷ്ടപിശാച് ആമേൻ തന്നോട് അടുത്തപ്പോൾ ആമേൻ വചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആമേൻ ദൈവകൃപയിൽ നിൽക്കുവാൻ കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. തന്നിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേകരെ സൗഖ്യമാകുവാൻ, നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ശക്തിയോടെ പിന്നെയും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പുത്തൻ അഭിഷേകത്താൽ പുത്തൻ കൃപയാൽ ആ ദൈവദാസനെയും കുടുംബത്തെയും തലമുറകളെയും ദൈവം അഭിഷേകം ചെയ്യേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. അതേ സുനിത സി ജോണിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ ആമേൻ കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തന്റെ എല്ലാ പ്രവർത്തന മേഖലകളിൽ, ജോലി മേഖലയിൽ, ആമേൻ കുടുംബ പശ്ചാത്തലത്തിലെല്ലാം ദൈവ നാമം മഹിമപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം തന്നോട് കൂടെ ഇരുന്ന് ചലിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ശോഭന വിജയനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. വിജയൻ ആമേൻ കേൾക്കായി സ്തോത്രം ചെയ്യാം. പ്രസാദിനായി
ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം താങ്ങായി തണലായി നമ്മോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ കല സുകുമാരി ഓർത്ത് നമുക്ക്, സുനിൽ കുമാറിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കോൺഫറൻസ് കോളിൽ പങ്കെടുത്ത ആമേൻ തങ്കമ്മ, ആമേൻ ജോസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ കർത്താവിന്റെ ദാസി, ആമേൻ വത്സമ്മ ബാബുവിനായി സ്തോത്രം ചെയ്യാം. ആമേൻ അതെ ലീലാമ്മ ജോസിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കെ സമ്മണിക്കായി സ്തോത്രം ചെയ്യാം. കുഞ്ഞമ്മ ഭരതനായി സ്തോത്രം ചെയ്യാം. കുഞ്ഞമ്മ രാജുവിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊതുവിനെ വഹിച്ചുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ് അവர்கள் ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ് അവர்கள் ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാല കർത്താവിന്റെ വചനം കർത്താവെ കേട്ടതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ അത്ഭുതമായിരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി കർത്താവ് ജീവിതത്തിൽ മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നീങ്ങി ദൈവചക്രയെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ സ്വർഗത്തിൽ സഹായിക്കണമേ. സ്വർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറ്റപ്പെട്ടവരായി കർത്താവെ മുന്നേറുവാൻ സ്വർഗത്തിൽ ദൈവം ഇന്ന് രാത്രി കേൾക്കപ്പെട്ട പ്രവചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ആദ്യ ശക്തി ഏറ്റെടുക്കുവാൻ തരുന്ന ഓരോ ഹൃദയ ഉദാഹരണങ്ങളെയും കിട്ടാൻ തുറക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി അടിയേൽപ്പിക്കുന്ന കർത്താവെ ആളുകളുടെ വചനം എന്നേക്കുമായി കത്തുന്ന വിളക്കാൻ രാമന് ഓരോ ഹൃദയങ്ങളും പ്രകാശിക്കുവാൻ സുഖമടിയാക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ കർത്താവ് പ്രവർത്തിക്കുന്ന നമ്മൾക്കായി സ്തോത്രം. കർത്താവിൻ ശുദ്ധിമാരുടെ മനെ ബലപ്പെടുത്തി നമ്മൾക്കായി സ്തുതിക്കുന്നു. ആവശ്യമായ ദൈവങ്ങളിൽ കർത്താവ് നിറയ്ക്കണമേ. അന്ധകാര കോട്ടകളെ കർത്താവ് ദൂരീകരിച്ച് ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിക്കുവാൻ സുഖത്തെ ദൈവം സഹായിക്കുമാറാകണം നിങ്ങൾ പ്രാർത്ഥിക്കുക. അവയെ കർത്താവ് സർവ്വമായ അനുഗ്രഹങ്ങൾക്കായി സമർപ്പിക്കുന്നു. പ്രത്യാശ സന്തോഷം ജീവിതങ്ങളിൽ വർദ്ധിച്ചുകൊണ്ട് കർത്താവ് വരുന്ന ആളുകളിലും ആമേ കർത്താവിന് വേണ്ടി ജീവിതം നയിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെ അവിടെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണം. സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസൻ ആമേൻ അതെ ബെന്നിയസിനായി ഷിജിമോൾ ബെന്നിക്കായി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേരിലുള്ള നന്ദിയും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. ഇത് ഷെയർ ചെയ്യുകയും ആമേൻ ഈ കൂട്ടായ്മ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ ഇതിന്റെ ഡാറ്റ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. അതെ, ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി എല്ലാവർക്കും സുഖകരമായ നിദ്ര ദൈവം ദാനമായി നൽകട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കുചേരും വരെ അവിടെവിടങ്ങളിലായി ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ ഭദ്രമായി സൂക്ഷിക്കട്ടെ. ശുഭരാത്രി.